Hello students, welcome to biology class. ഈ ക്ലാസ്സിൽ ഡെഫിഷ്യൻസി സിംറ്റംസ് ഓഫ് എസെൻഷ്യൽ എലമെന്റ്സും ടോക്സിസിറ്റി ഓഫ് മൈക്രോന്യൂട്രിയൻസും ആണ് പഠിക്കാനുള്ളത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഡെഫിഷ്യൻസി സിംറ്റംസ് എന്ന് നോക്കാം. അത് കഴിഞ്ഞ് മൈക്രോന്യൂട്രിയൻസിന്റെ ടോക്സിസിറ്റിയും പഠിക്കാം. അതോടൊപ്പം തന്നെ മിനറൽസിന്റെ അബ്സോർപ്ഷനും ട്രാൻസ്ലോക്കേഷനും സോയിൽ മിനറൽസിന്റെ റിസർവോയർ ആണെന്ന കാര്യവും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാന്റ്സിന് ആവശ്യമായ അളവിൽ മിനറൽ എലമെന്റ്സ് ലഭിച്ചില്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ വളർച്ച മുരടിക്കും. സോ ഇഫ് ദ സപ്ലൈ ഓഫ് മിനറൽ എലമെന്റ്സ് ആർ ലിമിറ്റഡ്, ദ പ്ലാന്റ് ഗ്രോത്ത് വിൽ ബി റിട്ടാർഡഡ്. So the concentration of mineral element below which the plant growth is retarded is termed critical concentration. അപ്പോൾ സോയിലില് ഒരു നിശ്ചിത അളവില് എന്തുണ്ടായിരിക്കണം? ഈ എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ടായിരിക്കണം. ഈ എസെൻഷ്യൽ എലമെന്റ്സിന്റെ അളവ് ഒരു നിശ്ചിത അളവിൽ നിന്നും കുറഞ്ഞാൽ പ്ലാന്റ്സ് എന്ത് കാണിക്കും? അതിന്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് കാണിക്കും, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ വളർച്ചയെ അത് ബാധിക്കും എന്നർത്ഥം, വളർച്ച മുരടിക്കും എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തില ഈ എലമെന്റിന്റെ ആ ഒരു അളവിനെയാണ് എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എസെൻഷ്യൽ എലമെന്റിന്റെയും അളവ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷന് കുറയാൻ പാടില്ല. പ്ലാന്റ് ബോഡിയിലെ ഓരോ എലമെന്റിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ റോൾ ഉണ്ട്. ഈച്ച് എലമെന്റ് ഹാസ് സ്പെസിഫിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ റോൾ ഇൻ പ്ലാന്റ്. ഇത് സ്ട്രക്ചറൽ ആയിട്ടുള്ള റോൾ ആയിരിക്കാം, അതായത് ഘടനാപരമായിട്ടുള്ള, അതായത് ചില ബയോമോളിക്യൂൾസ് ഒക്കെ നിർമ്മിക്കുന്നതിന് അല്ലെ, ആ ബയോമോളിക്യൂൾസിന്റെ ഭാഗമായിരിക്കും ഈ എലമെന്റ്. അപ്പോൾ എന്താണ്? സ്ട്രക്ചറൽ റോൾ ആണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ റോൾ ആവാം. ഉദാഹരണത്തിന് എൻസൈം ആക്ടിവിറ്റിയൊക്കെ സ്വാധീനിക്കുന്നതാണെങ്കിൽ അവിടെ എന്താണ്? ഫങ്ഷണൽ റോൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രക്ചറൽ റോളോ അല്ലെങ്കിൽ ഫങ്ഷണൽ റോളോ നമുക്ക് പ്ലാന്റ് ബോഡിയിൽ കാണാം. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം? ഈ എസെൻഷ്യൽ എലമെന്റ്സ് ആവശ്യമാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻ എലമെന്റ് ദ പ്ലാന്റ്സ് ഷോ സർട്ടൻ മോർഫോളജിക്കൽ ചേഞ്ചസ്. ദീസ് മോർഫോളജിക്കൽ ചേഞ്ചസ് ആർ കോൾഡ് ഡെഫിഷ്യൻസി സിംറ്റംസ്. അപ്പോൾ ഒരു എലമെന്റ് ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എലമെന്റിന്റെ കുറവുണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്ലാന്റ്സിൽ ചില മോർഫോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, പ്ലാന്റ്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ മാറ്റങ്ങളെയാണ് ഡെഫിഷ്യൻസി സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ എലമെന്റ്സിന്റെ കുറവുണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില എലമെന്റ്സ് ലഭിക്കുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന മോർഫോളജിക്കൽ ചേഞ്ചസ് ആണ് ഡെഫിഷ്യൻസി സിംറ്റംസ്. ഉദാഹരണത്തിന് മഗ്നീഷ്യം എന്ന എലമെന്റിന്റെ അളവ് സോയിലിൽ കുറയുകയാണെങ്കിൽ പ്ലാന്റ്സിന്റെ ലീവ്സിൽ എന്ത് കാണാം? ക്ലോറോസിസ് എന്ന് പറയുന്ന ഒരു സിംറ്റം കാണാം. ഈ ക്ലോറോസിസ് അല്ലെ പെയിൽ ഗ്രീൻ കളർ ആവുന്നതാണ്. ലീവ്സ് യെല്ലോയിഷ് അല്ലെങ്കിൽ പെയിൽ ഗ്രീൻ ആയിട്ട് മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്ലോറോസിസ് എന്ന് പറയുന്നത്. അപ്പം മോർഫോളജിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണത് അല്ലെ, പുറമെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചേഞ്ച് ആണ്. ഇത്തരത്തിലുള്ള ചേഞ്ചസ് ആണ് എന്താ? ഡെഫിഷ്യൻസി സിംറ്റം. അപ്പോൾ ക്ലോറോസിസ് എന്താണ്? ഒരു ഡെഫിഷ്യൻസി സിംറ്റം ആണ്. ഇനി മണ്ണില് നമ്മൾ ഈ കുറവുള്ള എലമെന്റ് നൽകുകയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ നൽകി കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ കാണിച്ചിരിക്കുന്ന ഡെഫിഷ്യൻസി സിംറ്റംസ് ഇല്ലാതാവും അല്ലെ. ദ ഡെഫിഷ്യൻസി സിംറ്റംസ് വിൽ ഡിസപ്പിയർ ഇഫ് വി പ്രൊവൈഡ് ദ ഡെഫിഷ്യന്റ് മിനറൽ ന്യൂട്രിയൻ. അപ്പോൾ ആവശ്യത്തിന് മിനറൽ ന്യൂട്രിയന്റ് അല്ലെ ഈ കുറഞ്ഞത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡെഫിഷ്യൻസി സിംറ്റംസ് ഇല്ലാതാവും, പ്ലാന്റ് നോർമൽ ആയിട്ട് വളരാൻ തുടങ്ങും. ഇഫ് ഡിപ്രവേഷൻ കണ്ടിന്യൂസ് ഇറ്റ് മേ എവൻച്വലി ലീഡ് ടു ദ ഡെത്ത് ഓഫ് ദ പ്ലാന്റ്. എന്നാൽ ഈ എലമെന്റിന്റെ കുറവ് നികത്തപ്പെടുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ നികത്തപ്പെടുന്നില്ലെങ്കിൽ ക്രമേണ എന്തിന് കാരണമാവാം? ഈ പ്ലാന്റിന്റെ അല്ലെ ഡെത്തിന് കാരണമാവും. ഈ പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള എലമെന്റ് അല്ലെ, കുറവുള്ള എലമെന്റ് ആദ്യമേ നൽകി കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി സിംറ്റംസ് ഒഴിവാക്കാം. ഇനി റീമൊബിലൈസേഷൻ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പോൾ എന്താണ് റീമൊബിലൈസേഷൻ? അപ്പോൾ പ്ലാന്റ്സിൽ കാണിക്കുന്ന ഡെഫിഷ്യൻസി സിംറ്റംസ് പ്ലാന്റ് ബോഡിക്കകത്തുള്ള മിനറൽ എലമെന്റിന്റെ റീമൊബിലൈസേഷനുമായിട്ടും ബന്ധപ്പെട്ട കിടക്കുന്നുണ്ട്. അപ്പോൾ ചില എലമെന്റ്സ് ഒക്കെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാം? റീമൊബിലൈസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ റീമൊബിലൈസേഷൻ?
If the element is mobile, the deficiency symptoms appear first in the older parts of the plant body. അപ്പോൾ ഈ പ്ലാന്റ് ബോഡിയിൽ ചില എലമെന്റ്സ് മൊബിലൈസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എലമെന്റ്സ് മൊബിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എലമെന്റ്സിന്റെ ഡെഫിഷ്യൻസി സിംറ്റം ആദ്യം കാണിക്കുക എവിടെയായിരിക്കും? പ്ലാന്റ് ബോഡിയിലുള്ള ഓൾഡർ പാർട്സിലായിരിക്കും. അപ്പോൾ മെച്യൂർ ലീവ്സിലൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് ആദ്യം കാണിക്കുക. അപ്പോൾ ചില എലമെന്റ്സ് പ്ലാന്റ് ബോഡിയുടെ ഓൾഡർ പാർട്സിൽ നിന്നും, അപ്പോൾ മെച്യൂർ ലീവ്സ് ഒക്കെ ആണെങ്കിൽ ഈ ലീവ്സിൽ നിന്നും ആവശ്യത്തിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ എങ്ങോട്ടാ എത്തിക്കും? യങ്ങർ പാർട്സിലേക്ക് എത്തിക്കും. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റീമൊബിലൈസേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചില എലമെന്റ്സ് ഇങ്ങനെ മെച്യൂർ പാർട്ടിൽ നിന്നും യങ്ങർ പാർട്ടിലേക്ക് റീമൊബിലൈസ് ചെയ്യും. എന്നാൽ എല്ലാ എലമെന്റ്സും ഇങ്ങനെ റീമൊബിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ നൈട്രജൻ, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ എലമെന്റ്സ് റീമൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സ് ആണ്. ഇത് മെച്യൂർ പാർട്ടിൽ നിന്ന് യങ്ങർ പാർട്ടിലേക്ക് മൊബിലൈസ് ചെയ്യും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? മെച്യൂർ പാർട്ടിൽ അതിന്റെ ഡെഫിഷ്യൻസി കാണിക്കും, എന്നാൽ യങ്ങർ പാർട്ടിൽ ഡെഫിഷ്യൻസി കാണിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മൊബിലൈസ് ചെയ്യുന്ന എലമെന്റ്സിന്റെ സിംറ്റംസ് ആദ്യം എവിടെ കാണുന്നു എന്ന് പറയുന്നത്? മെച്യൂർ പാർട്ടില അല്ലെങ്കിൽ ഓൾഡർ പാർട്ടില കാണുന്നു എന്ന് പറയുന്നത്. If the element is immobile, the deficiency symptoms first appear in the younger parts of the plant body. എന്നാൽ എലമെന്റ്സ് ഇമ്മൊബൈൽ ആണെങ്കിലോ ആ ഇമ്മൊബൈൽ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സിംറ്റംസ് എവിടെ ആദ്യം കാണിക്കും? യങ്ങർ പാർട്ടില കാണിക്കും. അപ്പോൾ ചില എലമെന്റ്സ് ഒന്നും ഇങ്ങനെ മെച്യൂർ പാർട്ടിൽ നിന്ന് യങ്ങർ പാർട്ടിലേക്ക് റീമൊബിലൈസ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? മൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള എലമെന്റ്സ് പ്രധാനമായിട്ടും സ്ട്രക്ചറൽ എലമെന്റ്സ് ആണ്. കാൽസ്യം റീമൊബിലൈസ് ചെയ്യില്ല. കാരണം എന്താണ്? ഈ സെൽവാളില് ഉള്ള ഒരു സ്ട്രക്ചറൽ എലമെന്റ് ആണ്. ഈ സെൽവാളിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് എന്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല? ഈ കാൽസ്യത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് പ്രയാസമാണ്. അതുകൊണ്ട് കാൽസ്യം എന്താണ്? ഇമ്മൊബൈൽ എലമെന്റ് ആണ്. അപ്പോൾ സൾഫർ, കാൽസ്യം തുടങ്ങിയ എലമെന്റ്സ് ഒക്കെ എന്താണ്? ഇമ്മൊബൈൽ എലമെന്റ്സ് ആണ്. അതുകൊണ്ട് ഈ എലമെന്റ്സിന്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് ഫസ്റ്റ് എവിടെ കാണിക്കും? യങ്ങർ പാർട്ടിൽ കാണിക്കും. കാരണം എന്താണ്? മെച്യൂർ പാർട്ടിൽ നിന്ന് യങ്ങർ പാർട്ടിലേക്ക് ഈ എലമെന്റ്സ് റീമൊബിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇനി ചില ഡെഫിഷ്യൻസി സിംറ്റംസ് നമുക്ക് നോക്കാം. ഈ ഡെഫിഷ്യൻസി സിംറ്റംസ് ഏത് എലമെന്റ്സ് കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുകൂടി നോക്കാം. ഫസ്റ്റ് ക്ലോറോസിസ് എന്ന് പറയുന്ന ഡെഫിഷ്യൻസി സിംറ്റം ആണ്. അപ്പോൾ ക്ലോറോസിസ് കാണിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പം ലീവ്സ് യെല്ലോയിഷ് ആയിട്ട് മാറുക അല്ലെങ്കിൽ പെയിൽ ഗ്രീൻ ആയിട്ട് മാറുക. ഈ ഒരു സിംറ്റത്തിനെയാണ് എന്ത് പറയുന്നത്? ക്ലോറോസിസ് എന്ന് പറയുന്നത്. ഈ ക്ലോറോസിസ് ഏതെല്ലാം എലമെന്റ്സിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്നത്? ഒന്നുകിൽ അയേണിന്റെ കുറവ് കൊണ്ട് ക്ലോറോസിസ് ഉണ്ടാവാം. അയൺ എന്ന മൈക്രോന്യൂട്രിയന്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? ഇതിന്റെ റോള് പറഞ്ഞു. അപ്പൊ അയൺ ക്ലോറോഫിൽ സിന്തസിസ് റിയാക്ഷനിൽ ആവശ്യമുള്ള ഒരു എലമെന്റ് ആണ്. അപ്പോ ഈ അയൺ ഇല്ലെങ്കിൽ ക്ലോറോഫിൽ സിന്തസിസ് നടക്കില്ല. അപ്പോ എന്തിന്റെ കുറവുണ്ടാവും? ക്ലോറോഫിലിന്റെ കുറവുണ്ടാവും. ഇങ്ങനെ ക്ലോറോഫിലിന്റെ കുറവുണ്ടാകുമ്പോഴാണ് ക്ലോറോസിസ് ഉണ്ടാവുന്നത്. അതല്ലെങ്കിൽ മഗ്നീഷ്യം ആവാം. മഗ്നീഷ്യത്തിന്റെ റോള് നമ്മൾ പറഞ്ഞു. മഗ്നീഷ്യം ക്ലോറോഫിൽ മോളിക്യൂളിന്റെ സെന്ററിലുള്ള ഒരു എലമെന്റ് ആണ്. അതുകൊണ്ട് ഈ ക്ലോറോഫിൽ മോളിക്യൂളിന്റെ നിർമ്മാണത്തിന് എന്ത് ആവശ്യമാണ്? മഗ്നീഷ്യം ആവശ്യമാണ്. അവിടെ അയേണും മഗ്നീഷ്യവും ക്ലോറോഫിലിന് ആവശ്യമാണ്. ഇനി മാംഗനീസ്, മോളിബ്ഡിനം, സിങ്ക്, നൈട്രജൻ, പൊട്ടാസ്യം, സൾഫർ ഈ എലമെന്റ്സിന്റെ കുറവുണ്ടായാലും എന്താ സംഭവിക്കും? ക്ലോറോസിസ് ഉണ്ടാവും. അവിടെ ക്ലോറോസിസ് ഉണ്ടാകുന്നതിന് കാരണം ഈ എലമെന്റ്സിന്റെ ഡെഫിഷ്യൻസി ആയിരിക്കാം. ഇനി അടുത്ത ഡെഫിഷ്യൻസി സിംറ്റം ആണ് നെക്രോസിസ് അല്ലെങ്കിൽ ടിഷ്യൂ ഡെത്ത്. അപ്പം പ്ലാന്റ്സില് പ്രധാനമായിട്ടും ലീവ്സിലാണ് ഈ നെക്രോസിസ് കാണുന്നത്. നെക്രോസിന്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലീവ്സിന്റെ ചില ഏരിയയിൽ, ചില ഭാഗത്ത് ടിഷ്യൂ ഡെത്ത് ഉണ്ടാവുന്നു, അല്ലെ? ടിഷ്യൂ നശിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ കറുത്ത സ്പോട്സ് ആയിട്ട് നിങ്ങൾക്ക് ഈ ടിഷ്യൂ ഡെത്ത് കാണാം. അപ്പം എന്തുകൊണ്ടാണ് നെക്രോസിസ് ഉണ്ടാകുന്നത്? കാൽസ്യം, കോപ്പർ, പൊട്ടാസ്യം, മഗ്നീഷ്യം ഈ എലമെന്റ്സിന്റെ ഒക്കെ കുറവുണ്ടാകുമ്പോഴാണ് നെക്രോസിസ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത ഡെഫിഷ്യൻസി സിംറ്റം ആണ് ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ. അപ്പോൾ സെൽ ഡിവിഷൻ തടസ്സപ്പെടുന്നു. അതുകൊണ്ട് ഗ്രോത്ത് തടസ്സപ്പെടും, അല്ലെങ്കിൽ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും. അപ്പൊ വളർച്ച മുരടിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഏതൊക്കെ എലമെന്റ്സിന്റെ കുറവ് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് നോക്കാം.
മോളിബ്ഡിനം, പൊട്ടാസ്യം, സൾഫർ, നൈട്രജൻ ഈ എലമെന്റ്സിന്റെ ഒക്കെ കുറവുണ്ടാകുമ്പോഴാണ് സെൽ ഡിവിഷൻ ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സെൽ ഡിവിഷൻ തടസ്സപ്പെടുന്നതിന് കാരണമാകുന്ന എലമെന്റ്സ് ഈ മോളിബ്ഡിനവും, പൊട്ടാസ്യം, സൾഫറും, നൈട്രജനുമാണ്. അപ്പോൾ ഈ എലമെന്റ്സിന്റെ കുറവ് മൂലമാണ് ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ സെൽ ഡിവിഷൻ തടസ്സപ്പെടുന്നത്. ഇനി മറ്റൊരു സിംറ്റമാണ് ഡിലേ ഓഫ് ഫ്ലവറിങ്. അപ്പൊ പ്ലാന്റ്സിലെ ഫ്ലവറിങ്ങിന് താമസം ഉണ്ടാവുന്നു. അപ്പോൾ പ്ലാന്റ്സിന്റെ ഒരു നിശ്ചിത ഗ്രോത്ത് പീരീഡ് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഫ്ലവർ ചെയ്യും. പക്ഷേ ചില പ്ലാന്റ്സിൽ ഈ ഫ്ലവറിങ് താമസിച്ചിട്ടാണ് ഉണ്ടാവുക, അല്ലേ? അതിന് കുറെ സമയം എടുക്കും. അപ്പൊ അതിന് കാരണം ചില എലമെന്റ്സിന്റെ കുറവാകാം. അപ്പോൾ മോളിബ്ഡിനം, സൾഫർ, നൈട്രജൻ തുടങ്ങിയ എലമെന്റ്സിന്റെ കുറവുണ്ടാവുകയാണെങ്കിൽ ഫ്ലവറിങ് ഡിലേ ആവും. അപ്പൊ ഫ്ലവറിങ് താമസിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 4 ഡെഫിഷ്യൻസി സിംറ്റംസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 ക്ലോറോസിസ്, 2 നെക്രോസിസ്, 3 ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ, 4 ഡിലേ ഓഫ് ഫ്ലവറിങ്. അപ്പോൾ ഏതെല്ലാം എലമെന്റ്സിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ക്ലോറോസിസ്. ഇത് അയൺ, മാംഗനീസ്, മോളിബ്ഡിനം, സിങ്ക്, നൈട്രജൻ, പൊട്ടാസ്യം, സൾഫർ, മഗ്നീഷ്യം തുടങ്ങിയ എലമെന്റ്സിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്തതായിട്ട് നെക്രോസിസ്. ഇത് കാൽസ്യം, കോപ്പർ, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ എലമെന്റ്സിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നു. അടുത്തത് ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ. ഇത് മോളിബ്ഡിനം, പൊട്ടാസ്യം, സൾഫർ, നൈട്രജൻ തുടങ്ങിയ എലമെന്റ്സിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ഇനി ഡിലേ ഓഫ് ഫ്ലവറിങ്. മോളിബ്ഡിനം, സൾഫർ, നൈട്രജൻ തുടങ്ങിയ എലമെന്റ്സിന്റെ കുറവ് മൂലമാണ് ഫ്ലവറിങ് ഡിലേ ആവുന്നത്. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ആണ് നമുക്ക് ഡെഫിഷ്യൻസി സിംറ്റംസിൽ പഠിക്കാനുള്ളത്. ഇനി ഡെഫിഷ്യൻസി സിംറ്റംസ് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാവും. ഒരു എലമെന്റിന്റെ കുറവുണ്ടാവുകയാണെങ്കിൽ അല്ലേ പല ഡെഫിഷ്യൻസി സിംറ്റംസും ഉണ്ടാവാം. So multiple deficiency symptoms may occur due to the deficiency of a single element. ഒരു എലമെന്റിന്റെ കുറവ് കൊണ്ട് പലതരത്തിലുള്ള ഡെഫിഷ്യൻസി സിംറ്റംസും കാണും. അപ്പോൾ നമ്മൾ നേരത്തെ ഈ എക്സാമ്പിൾസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് നൈട്രജന്റെ കുറവുണ്ടാവുകയാണെങ്കിൽ ക്ലോറോസിസ് ഉണ്ടാവാം, അല്ലേ? ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ ഉണ്ടാവാം, അതുപോലെ തന്നെ ഫ്ലവറിംഗ് ഡിലേ ആവാം. അപ്പോൾ ഒരു എലമെന്റിന്റെ കുറവാണ് അവിടെ ഉണ്ടാവുന്നത്, പക്ഷെ പലതരത്തിലുള്ള ഡെഫിഷ്യൻസി സിംറ്റംസ് കാണുന്നുണ്ട്. ഇനി തിരിച്ചും സംഭവിക്കാം. ഒരു ഡെഫിഷ്യൻസി സിംറ്റത്തിന് പല എലമെന്റ്സും കാരണമാവാം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ് ക്ലോറോസിസ് എന്ന് പറയുന്ന ഡെഫിഷ്യൻസി സിംറ്റത്തിന് അല്ലേ പല എലമെന്റ്സും കാരണമാകുന്നുണ്ട്. അയൺ ആവാം, അല്ലെങ്കിൽ മഗ്നീഷ്യത്തിന്റെ കുറവുണ്ടാവാം, നൈട്രജന്റെ കുറവുണ്ടാകാം, അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ കുറവുണ്ടാവാം, അല്ലേ? ഇങ്ങനെ പല എലമെന്റ്സിന്റെ കുറവുണ്ടായാലും ഒരേ ഡെഫിഷ്യൻസി സിംറ്റം ആയിരിക്കാം ഉണ്ടാവുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരേ എലമെന്റ് തന്നെ പലതരത്തിലുള്ള പ്ലാന്റ്സിൽ ഡിഫറെന്റ് ഡെഫിഷ്യൻസി സിംറ്റംസ് ആയിരിക്കാം കാണിക്കുന്നത്. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഒരു എലമെന്റിന്റെ കുറവ് അല്ലേ ഒരു പ്ലാന്റില് ഒരു ഡെഫിഷ്യൻസി സിംറ്റം കാണിക്കും. അപ്പൊ റൈസില് ഒരു ഡെഫിഷ്യൻസി സിംറ്റം കാണിക്കുകയാണെന്ന് വിചാരിക്കാം. എന്നാൽ മറ്റൊരു പ്ലാന്റില് അല്ലേ മറ്റെന്തെങ്കിലും കൃഷി അല്ലെങ്കിൽ വെജിറ്റബിൾസ് നമ്മൾ കൃഷി ചെയ്യാണ്, ഇപ്പൊ പയറൊക്കെ കൃഷിയാണെങ്കിൽ ആ പ്ലാന്റില് ഇതേ എലമെന്റിന്റെ കുറവുണ്ടാകുമ്പോൾ കാണിക്കുന്ന ഡെഫിഷ്യൻസി സിംറ്റം എന്താണ്? വേറെയാണ്. അപ്പോൾ ഒരു എലമെന്റിന്റെ കുറവ് അല്ലേ വ്യത്യസ്ത പ്ലാന്റുകളിൽ വ്യത്യസ്ത ഡെഫിഷ്യൻസി സിംറ്റംസ് കാണിക്കാം. ഇനി പ്ലാന്റ്സിന് മൈക്രോ ന്യൂട്രിയൻസ് വളരെ കുറഞ്ഞ അളവിലാണ് ആവശ്യമുള്ളത്. സോ ദ പ്ലാന്റ്സ് റിക്വയർ മൈക്രോ ന്യൂട്രിയൻസ് ഇൻ വെരി ലോ എമൗണ്ട്സ്. അപ്പോൾ വളരെ കുറഞ്ഞ അളവിലെ പ്ലാന്റ്സിന് എന്താവശ്യമുള്ളൂ? ഈ മൈക്രോ ന്യൂട്രിയൻസ് ആവശ്യമുള്ളൂ. ബട്ട് ദ മോഡറേറ്റ് ഇൻക്രീസ് ഓഫ് മൈക്രോ ന്യൂട്രിയൻ കോസസ് ടോക്സിസിറ്റി. എന്നാൽ സോയില് ഈ മൈക്രോ ന്യൂട്രിയന്റിന്റെ അളവ് അല്പം കൂടിയാലോ അല്ലേ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഇത് പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. ഇത് പ്ലാന്റ്സിലെ ടോക്സിസിറ്റിക്ക് കാരണമാവും. അപ്പോൾ എന്താണ് ടോക്സിസിറ്റി? Any mineral ion concentration in tissues that reduces the dry weight of tissues by 10% is considered toxic. അപ്പോൾ പ്ലാന്റ് ബോഡി ടിഷ്യൂസിന്റെ ഡ്രൈ വെയിറ്റ് ഒരു 10% കൂടുതൽ കുറയാണ്.
അപ്പൊ പ്ലാന്റ് ബോഡിയുടെ ടിഷ്യൂസിന്റെ വെയിറ്റ് കുറയാണ്. എന്തുകൊണ്ടാണ് കുറയുന്നത്? ചില മിനറൽസിന്റെ അളവ് കൂടുതലായിട്ട് ഈ ടിഷ്യൂസിൽ ഉള്ളത് കാരണമാണ് ഈ ടിഷ്യൂസിന്റെ ഡ്രൈ വെയിറ്റ് കുറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് 10% അല്ലെങ്കിൽ 10% കൂടുതൽ കുറയുകയാണെങ്കിൽ എന്താണത്? ടോക്സിസിറ്റിയാണ്. അപ്പൊ ഇത് പ്ലാന്റ് വളർച്ചയെ ബാധിക്കുന്നു എന്നർത്ഥം. അപ്പം ഈ മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവ് കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും ആ ഒരു അളവില് മതി, അതിൽ കൂടാനും പറ്റില്ല എന്നർത്ഥം. വളരെ കൂടിക്കഴിഞ്ഞാൽ ഇതെന്താവും? ടോക്സിക് ആവും. ഇനി ഈ മൈക്രോ ന്യൂട്രിയന്റെ അളവ് കൂടുമ്പോൾ ഇത് എങ്ങനെ ടോക്സിക് ആവുന്നു എന്ന് നോക്കാം. എക്സസ് ഓഫ് എൻ എലമെന്റ് മേ ഇൻഹിബിറ്റ് ദ അപ്ടേക്ക് ഓഫ് അനദർ എലമെന്റ്. അപ്പൊ സോയിലില് ഒരു മൈക്രോ ന്യൂട്രിയന്റെ അളവ് കൂടുതലാണെങ്കിൽ ആ മൈക്രോ ന്യൂട്രിയന്റ് കൂടുതലായത് കാരണം മറ്റൊരു എലമെന്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു എലമെന്റിന്റെ അബ്സോർപ്ഷനെ ഇത് ബാധിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മാംഗനീസ് എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ കുറവുണ്ടാവുകയാണെങ്കിൽ ലീവ്സിൽ ബ്രൗൺ സ്പോട്ട്സ് ഉണ്ടാവും. കൂടാതെ ക്ലോറോട്ടിക് വെയിൻസ് ഉണ്ടാവും. വെയിൻസ് പെയിൽ കളറായിട്ട് മാറുന്നു എന്നർത്ഥം. അപ്പൊ ഇതാണ് മാംഗനീസ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന സിംറ്റംസ്. എന്നാൽ സോയിലിലെ മാംഗനീസിന്റെ അളവ് കൂടുതലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? It causes the deficiency of iron, magnesium and calcium. അപ്പോൾ സോയിലില് മാംഗനീസിന്റെ അളവ് കൂടിയാൽ എന്തിന്റെ ഡെഫിഷ്യൻസിയാണ് കാണിക്കുന്നത്? അയേണിന്റെ ഡെഫിഷ്യൻസി, മാഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി, കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി. സോ ദ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് മാംഗനീസ് ഇൻഹിബിറ്റ് ദ അപ്ടേക്ക് ഓഫ് അയേൺ ആൻഡ് മാഗ്നീഷ്യം. അപ്പോൾ അയേണിന്റെയും മാഗ്നീഷ്യത്തിന്റെയും അബ്സോർപ്ഷനെ എന്ത് എഫക്ട് ചെയ്യുന്നു? ഈ മാംഗനീസ് കോൺസെൻട്രേഷൻ കൂടുന്നത് എഫക്ട് ചെയ്യുന്നു. അപ്പൊ ശരിയായിട്ട് എന്ത് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല? അയേണും മാഗ്നീഷ്യവും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. കൂടാതെ ദ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് മാംഗനീസ് ഇൻഹിബിറ്റ് ദ ട്രാൻസ്ലോക്കേഷൻ ഓഫ് കാൽസ്യം. കാൽസ്യത്തിന്റെ ട്രാൻസ്ലോക്കേഷനും ഇത് തടസ്സപ്പെടുത്തും. അപ്പോൾ മാംഗനീസിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അയേൺ ശരിക്കും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, മാഗ്നീഷ്യം ശരിക്കും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, കാൽസ്യം ട്രാൻസ്പോർട്ടേഷനും തടസ്സപ്പെടും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അയേണിന്റെയും മാഗ്നീഷ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും ഡെഫിഷ്യൻസി കാണിക്കുന്നത്. ഇതാണ് മൈക്രോ ന്യൂട്രിയൻ ടോക്സിസിറ്റിക്ക് ഒരു എക്സാമ്പിൾ. ഇനി മിനറൽസിന്റെ അബ്സോർപ്ഷനും ട്രാൻസ്ലോക്കേഷനും എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. മിനറൽസ് ആർ അബ്സോർബ്ഡ് ഇൻ അയോണിക് ഫോം. ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. അയോൺസ് ആയിട്ടാണ് മിനറൽസ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ റൂട്ട് ഹെയർസ് വഴിയാണ് പ്രധാനമായിട്ടും മിനറൽസ് അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് ദീസ് അബ്സോർബ്ഡ് മിനറൽസ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ അപ്പോപ്ലാസ്റ്റ് ഓർ സിംപ്ലാസ്റ്റ് പാത്വേ. അപ്പോൾ അപ്പോപ്ലാസ്റ്റ് വഴിയോ അല്ലെങ്കിൽ സിംപ്ലാസ്റ്റ് വഴിയോ ഇതിന്റെ ട്രാൻസ്പോർട്ട് നടക്കാം. Then the upward transport of these minerals are through the ascent of sap. അപ്പോൾ സൈലത്തിലൂടെയുള്ള വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുമ്പോൾ ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് എന്തും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഈ മിനറൽസ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ട്രാൻസ്പിരേഷൻ പുള്ള ഉണ്ടാകുമ്പോൾ ഈ വാട്ടർ മുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ വാട്ടറിനോടൊപ്പം എന്തുകൂടി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു? ഈ മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പം സൈലം സാപ്പിലൂടെയാണ് എന്താ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഈ മിനറൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഈ മിനറൽ അയോൺസിന്റെ സിംപ്ലാസ്റ്റ് ട്രാൻസ്പോർട്ടേഷന് എനർജി ആവശ്യമാണ്. കാരണം എന്താണ്? ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. അപ്പോൾ ഈ മിനറൽസിന്റെ മൂവ്മെന്റിന് പറയുന്ന പേരാണ് ഫ്ലക്സ്. ദ മൂവ്മെന്റ് ഓഫ് മിനറൽ അയോൺസ് ഈസ് നോൺ ആസ് ഫ്ലക്സ്. And the inward movement of mineral ions into the cell is called the influx and the outward movement is efflux. അപ്പോൾ സെല്ലിന് അകത്തേക്കുള്ള മിനറൽ അയോണിന്റെ മൂവ്മെന്റിനെ ഇൻഫ്ലക്സ് എന്നും പുറത്തേക്കുള്ള മൂവ്മെന്റിനെ എഫ്ലക്സ് എന്നുമാണ് പറയുന്നത്. ഇനി സോയിൽ എസെൻഷ്യൽ എലമെന്റ്സിന്റെ ഒരു റിസർവോയർ ആയിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ സോയിലിൽ എങ്ങനെയാണ് ഈ മിനറൽസ് എത്തുന്നത്? അപ്പോൾ റോക്സിൽ നിന്നും വെതറിംഗ് പ്രോസസ്സിലൂടെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മിനറൽസ് ഏതിൽ നിന്ന് വരുന്നതാണെന്ന് പറയാം? റോക്സിൽ നിന്ന് വരുന്നതാണ്. അപ്പോഴേ നമുക്ക് അറിയാവുന്നതാണ് പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാവുന്നത്. അപ്പോൾ ഈ മണ്ണിലാണ് എന്തുള്ളത്? ഇത്തരത്തിലുള്ള മിനറൽസ് ഉള്ളത്. സോയിലില് മിനറൽസ് കൂടാതെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അവിടെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയങ്ങളൊക്കെ ഈ സോയിലില് ഉണ്ട്. കൂടാതെ മറ്റ് മൈക്രോബ്സ് ഉണ്ട്, ഫംഗസുകളുണ്ട്, മറ്റ് പ്രോട്ടോസോയ ഉണ്ട്. ഇതൊക്കെ ഈ മണ്ണില് ജീവിക്കുന്നുണ്ട്. ഇതുകൂടാതെ മണ്ണില് വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. ഇതൊക്കെ സസ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഘടകങ്ങളുമാണ്.
റൂട്ട് സിസ്റ്റത്തിന് റെസ്പയർ ചെയ്യണം. ഇതിന് ഓക്സിജൻ ആവശ്യമാണ്. ഇത് സോയിൽ പാർട്ടിക്കിളിന് ഇടയിലുള്ള എയറിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടാതെ സസ്യം വളരുമ്പോൾ ഈ സസ്യത്തിന്റെ റൂട്ട് സിസ്റ്റം മണ്ണിലാണ് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സോയില് മണ്ണില് പ്ലാന്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നതിനും സഹായകരമാണ്. അപ്പോൾ ഇത്തരത്തില് സോയിലിന് പല തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചില ഡെഫിഷ്യൻസി സിംറ്റംസിനെ കുറിച്ച് പഠിച്ചു. അതിന് കാരണമാകുന്ന എലമെന്റ്സിനെ കുറിച്ചും പഠിച്ചു. കൂടാതെ എന്താണ് ടോക്സിസിറ്റി ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് എന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി മിനറൽസ് എങ്ങനെ അബ്സോർബ് ചെയ്യുന്നുവെന്നും ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നുവെന്നും പറഞ്ഞു. സോയില് മിനറൽസിന്റെ റിസർവോയർ ആണെന്നുള്ള കാര്യവും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.